കടൽ തീരത്ത് രാത്രി മീൻ പിടിക്കാൻ വന്നതന്നെയാണ്. ഫിഷിംഗ് വീഡിയോ ആണ്. ബാക്കി നേരിട്ട് അല്ലേ? അതെ. ഇത് ശരിക്കും നല്ല കഷ്ടപ്പാട് തന്നെയാ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനിയെങ്കിലും ഉണ്ടെന്ന് വയറിലാക്കി. എന്താ മനസ്സിലായി? ഒരു വീഡിയോ എടുക്കുന്ന നിർത്തിനോട് പറഞ്ഞു ഫിഷിങ്ങിന്റെ. ഒരു ഫിഷിംഗ് വീഡിയോ എടുക്കാൻ ഒരു യൂട്യൂബറിന്റെ അവസ്ഥ ഉണ്ടോ? അവൻ പറഞ്ഞ വീഡിയോ ഒക്കെ അടിപൊളി വീഡിയോ കണ്ടന്റ് തരാന്ന് പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് നോക്കി അടിമപ്പണി എടുപ്പിക്കുന്ന കള്ളപ്പണി അപ്പുറത്തുണ്ട്. അത് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ കാണുന്ന പല വീഡിയോ ഞാൻ കൊണ്ടുണ്ട്. കണ്ട ഇതണ്ടാ എന്റെ അവസ്ഥ ഉണ്ടോ? ഇനി ഒന്നുമില്ല. ഒരു കൈയും കൂടി ഉണ്ടെങ്കിൽ അവൻ അതും കൂടി എനിക്ക് പണി തന്നത്. ഇത് നോക്കിയാൽ വേഗം കൂടി പോകണം. ആളാരാണ് ഞാൻ പരിചയപ്പെടുത്തി തരാം. പിന്നെ വീഡിയോ എടുക്കണത് നമ്മുടെ സ്വന്തക്കാണ്, സിറാജിക്കാണ്. ഇറാർക്ക അല്ല ഞങ്ങൾ വിളിക്കുമ്പോൾ സിറാജ് വാ. അവനെ ഞാൻ പരിചയപ്പെടുത്തി തരാം. കണ്ടല്ലേ അവസ്ഥ. ഇന്ന് നമ്മൾ അത് പറഞ്ഞില്ല. ഇന്ന് നമ്മൾ ഉള്ളത് വൈപ്പിൻ കടൽ തീരത്താണ്. ഇത് ഓപ്പോസിറ്റ് സൈഡ് കാണുന്നത് ഫോർട്ട് കൊച്ചി. നമ്മളിപ്പോൾ നിൽക്കുന്ന വൈപ്പിനിലാണ്. കടൽ തീരത്ത് രാത്രി മീൻ പിടിക്കാൻ വന്നതന്നെയാണ്. ഫിഷിംഗ് വീഡിയോ ആണ്. ബാക്കി നേരിട്ട് അല്ലേ? അതെ. ഇത് ശരിക്കും നല്ല കഷ്ടപ്പാട് തന്നെയാ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനിയെങ്കിലും ഉണ്ടെന്ന് വയറിലാക്കി. ഇത് നമ്മള് വയറിലാക്കാൻ വേണ്ടി തന്നാണെന്ന് പറഞ്ഞു. കണ്ടല്ലേ? ഇത്ര ബുദ്ധിമുട്ടുണ്ടായി ഒരു വീഡിയോ ചെയ്യാൻ. ഇവനായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ ആ സാറട്ടാ. ഇവനാണ് എന്നെ കൊണ്ട് ഈ അടിമപ്പണി എടുപ്പിക്കണം. ഒരാളെ കൊണ്ട് പരിചയപ്പെടാണ്ട്. ഇറാറിനെ കാണിച്ചില്ല. ഇറാറിനാണ് ചാനൽ. അയ്യോ ചാനലിന്റെ പേരൊന്നും സിറാജ് ഇറാറട്ടാ. അതെല്ലാരും ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞ ഇവര് സ്ഥിരം ഫിഷിങ്ങിന്റെ ആൾക്കാരെ. ഞാൻ വല്ലപ്പോഴും ഇടണാണ്. അപ്പൊ ഫിഷിംഗ് ബിരാന്നുള്ളവർ ഫോളോ ചെയ്യുക. എല്ലാരും ഫോളോ നോക്കി പൊളിക്കാം. അതെ. കോലാൻ. ആ കോലാനാണ് നമുക്ക് ആദ്യം കയറിയിരിക്കുന്നത്. വേറെ കോലാനും ഉണ്ട്. ആഹാ കോലാൻ കളിയാണ്. സുമേഷ് ചേട്ടനെ നിങ്ങൾ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടോ നമ്മുടെ വീഡിയോയില്? മാന്ത്രിക വല. മാന്ത്രികം അതാണ് നമ്മൾ പറയുന്നത്. മാന്ത്രിക വലയുള്ള മാന്ത്രികൻ. മനോജിന്റെ മാന്ത്രികനാണ്. ഇറാർക്ക ഇന്ന് പെരുന്നാളായതാണ്. പെരുന്നാളൊക്കെ ആഘോഷിച്ചിട്ട് വന്നേക്കണേ. അല്ലെങ്കിൽ നമുക്ക് അതിന്റെ വീഡിയോ നമുക്ക് ഒരെണ്ണം എടുക്കണ്ട. നമ്മൾ ഇതുവരെ പറഞ്ഞിട്ട് എടുത്തിട്ടില്ല. ബിരിയാണി കണ്ടില്ല. 3 പെരുന്നാൾ കഴിഞ്ഞ് മീൻ പിടിക്കണില്ലെങ്കിൽ ഇതുണ്ടാവും പോലെ. അതെ ഇവനാണ് നമ്മളെ കൊണ്ട് ഈ അടിമപ്പണി അടുപ്പിച്ചത്. നല്ല കണ്ടന്റ് തരാന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് എന്നെ കൊണ്ട് ഈ ബക്കറ്റൊക്കെ ചൊമ്പിച്ച്. നിങ്ങൾ കണ്ടല്ല സ്റ്റാർട്ടിങ്. ഇവനാണ് അതിന്റെ ആള് മനോജ്. അതെ അടിമക്കണ്ണെന്ന് കേട്ടിട്ടല്ലേ ഇപ്പൊ കണ്ടല്ല. അതറിഞ്ഞില്ല അടിമക്കണ്ണിന് ഒരു വീഴ്ചയും വീണ് അവിടെ നടക്കുന്ന നേരത്ത് അല്ലേ? കിട്ടിയിട്ടില്ലേ? ആ ക്യാമറമാനൊക്കെ കറക്റ്റായിട്ട് എടുത്തെന്ന് പറയുന്നത്. എല്ലാം അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ വൈപ്പിൻ കടൽ തീരത്താണ്. മനോജ് വീശാൻ പോണാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പുറത്തെ ആ ലൈറ്റ് കാണുന്ന ഭാഗമെല്ലാം ഫോട്ടോ വെച്ച് കാണാം കേട്ടോ. അല്ല ഇവിടെ ഉള്ളവരില്ലെങ്കിൽ അറിയാൻ വേണ്ടി പറഞ്ഞാണ് ഞാൻ. അല്ല പ്രൊഫഷണൽസ് വീശണുണ്ടല്ലോ അല്ലേ? മനു ഒരു കൊമ്പനികൾ വലിച്ചു കയറ്റിയത് നമ്മുടെ കാണികൾക്ക് വേണ്ടി. മനു അതിപ്പോ വീശണ വല എത്ര കിലോ ഉണ്ട്? 4.5. അതിന്റെ ലെങ്താ എന്താ ഇത് പറയൂലേ? 3 മുഴം. 7 മുഴം. ആ സോറി എൻ്റെ മിസ്റ്റേക്കാണ്, അറിയാത്തോണ്ടാ. ചെമ്മീൻ. ആ ചെമ്മീൻ ചെറിയ മീനാണോ അല്ലേ? മാന്ത്രിക വലയായിട്ട് പോണേ കാണുന്നത് കടലിലേക്ക്. സുമേഷ് ചേട്ടാ ഒരു കൊമ്പനെ വലിച്ചു കയറ്റി എന്നിട്ട് കാണികൾക്ക് കാണിച്ചു കൊടുക്കണ്ടേ?
ഇതേ മനോജ് ഒരു കൊമ്പനെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതെന്ത് തവളയാണ്? കോക്കാൻ തവള. ഇതിനെ ഫ്രൈ ചെയ്യോടാ? പിന്നെ എൻ്റെ മാ ഭയങ്കര വലിപ്പമാണ്. എൻ്റെ അമ്മ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കണ്ട ആവശ്യം. ശീലമില്ലാത്ത പരിപാടിയാ. നോക്കി വലിപ്പം ഉണ്ടോ അത്യാവശ്യം. മുക്കാൽ ഭാഗം തലയാണല്ലോ ഇല്ല. കണ്ട ഇങ്ങനെ ഇവരുടെ ഒപ്പം കൂടി ഇങ്ങനത്തെ കുറെ അറിവ് കിട്ടും. വിടാം വിടാം വിടാം. കണ്ട ആ മീൻ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് കോക്കാന്തവള കയറിയപ്പോ അല്ല കോക്കാന്തവള അല്ലേ അത് കയറിയപ്പോ ഐശ്വര്യം വന്നണ്ട. അതുകൊണ്ടായിരിക്കൂലട്ട മനു, ഞാൻ അതിനെ എടുത്തായിരുന്നു. കോക്കാന്തവളനെ എടുത്തോണ്ടായിരിക്കണം. ഇപ്പൊ അങ്ങനെയാണ്. വലുതാണ് വലുതാണ് കോലൻ. അത് പിന്നെ പറയാനല്ല, മാന്ത്രിക വലല്ലേ, അത് സ്പെഷ്യലാണ്. മാന്ത്രികനോട് മാന്ത്രികനോട് കണ്ടെന്ന് അത് ശരിയാണ്. ഞാനിത് ഇപ്പുറത്തൂടി വരാം. എൻ്റെ മൊബൈൽ മറ്റേ മൊബൈൽ പോക്കല്ലേ. കഴിഞ്ഞ പ്രാവശ്യം ഓർക്കാണല്ലേ ഞാൻ നിൻ്റെ ഒപ്പം പറഞ്ഞിട്ട് മൊബൈൽ കഴിഞ്ഞു പോയത്. നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ പോകുമ്പോഴേ പോക്കറ്റിലുള്ള സംഭവങ്ങൾ മറന്നു പോകും. അപ്പം അപ്പുറത്ത് ചെന്നപ്പോഴാണ് മൊബൈൽ നനഞ്ഞു പോയി. എന്തുപറ്റി എന്തുപറ്റി? എന്താ സീൻ എന്ന് പറഞ്ഞില്ല. ഉണ്ടെങ്കിൽ ത്രില്ലോ മീനുണ്ടെന്നാണ് ഞാൻ അവിടുത്തെ പലയിടത്തിനും ഉടക്കിയ. എന്താണ് നീ പറയാൻ പോണെന്ന് ഓർത്താണ്. എന്തോ സംഭവം ഉണ്ടെന്ന് പറയണത്. നമുക്ക് നോക്കാം. പണി പാളിയെന്നൊക്കെ പറയണ്ട. കോലാൻ, കോലാനോട് കോലാൻ. കുഴപ്പമില്ല. നീ എന്താന്നോർത്ത്? മൊത്തം കോലാങ്കളി കണ്ട. കോലാങ്കളി കണ്ട. പോയാണ്. ഓക്കെ ബ്രോ, കാണാം. നീ എന്താന്ന് വിചാരിച്ചോ? കടിച്ചേക്കണേ. കടിച്ചു വെച്ചാ കണ്ടോ. അഞ്ചാറുണ്ട്. അതെ, പായലുണ്ടല്ലേ. കോലാനുണ്ട്. കോലാണ്. വാ വാ.
നിങ്ങളുടെ ഈ സൈഡിൽ എന്ത് തിളങ്ങണേ? അതാ ഇന്ത്യയാണല്ലേ. ഞാൻ അവിടുത്തെ കോലാൻ്റെ മറ്റേ മുള്ളില്ലേ അതുപോലെ ഞാനവിടുത്തെ ഇനി അവിടെക്കാനും കടിച്ചിരിക്കണ കറക്റ്റല്ലേ നോക്കി കോലാൻ്റെ ചുണ്ടിരിക്കണവരെ അവിടെ തിളങ്ങണ്. ഇവിടെ കറക്റ്റ് അതെ ആ ഒരു വലിപ്പം തന്നെ ഉള്ളൂ. ഫ്ലാഷും കൂടി അടിക്കുന്നുണ്ടേ. അവിടെ മനു കയറിയിട്ടുണ്ട്. കൊലാനുണ്ടാ? ആ ഇതിനകത്ത് കൊലാനുണ്ട് കേട്ടോ. ഇതിൽ കൊലാനുണ്ട് മോനെ. കെട്ടിച്ചു പിടിച്ചല്ലേ. ഫ്രണ്ടിലേക്ക് പോരും, ബാക്കിലോട്ട് പോരും. ഫ്രണ്ടിലേക്ക് പോരും, ഫ്രണ്ടിലോട്ട് പോരുമെന്നല്ലേ? ബാക്കിലോട്ട് പോവില്ല. ഓ അങ്ങനെയുണ്ട്. ആ അതാണ് ഈ ഓടിക്കണത് അല്ലേ? ഓക്കെ. ആടാ പോടാ. നിന്നെ ഞാനല്ല. നിന്റെ രണ്ടുമൂന്ന് ഇതേപോലത്തെ ഡയലോഗ് വന്നിട്ട് ചാനൽ രക്ഷപ്പെട്ടാണ് അല്ലേ? മിണ്ടൂല്ല അവൻ. ഇതണ്ട. ആ ഞാൻ നിന്നെ വെച്ച് എൻ്റെ ചാനൽ രക്ഷപ്പെടുത്തുന്നുണ്ട്. ഞാൻ പറയും എൻ്റെ ചാനലിൽ ഐശ്വര്യം അവനായിരുന്നു എന്ന് പറയാമല്ലോ അല്ലേ? അത് പറയാമല്ല. പിന്നെ നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പം തന്നെ ഫോളോ ചെയ്തേക്കുക. ഇതുപോലുള്ള മനോഹര ഫിഷിംഗ് വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരുന്നുണ്ട്. ഫിഷിംഗ് അല്ല പല വീഡിയോസും വരുന്നത്. നമ്മുടെ ചാനലിൽ എപ്പോഴും എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ എപ്പോൾ എന്ത് എങ്ങനെയെന്നൊന്നും പറയില്ല, എന്തും പ്രതീക്ഷിക്കുക. അതാണ് നമ്മുടെ ചാനലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പം തന്നെ ഫോളോ ചെയ്തേക്കുക. നിങ്ങൾ കാണേണ്ട അല്ലെങ്കിൽ നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള ഇതുപോലുള്ള വീഡിയോസായിട്ട് ഇനിയും നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ കുറച്ചായിട്ട് നമ്മൾ ഫിഷിംഗ് വീഡിയോസ് നടത്തിയിട്ടുണ്ടായില്ല, പക്ഷേ കുറച്ച് ഇനി അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് തരുന്നതാണ് നിങ്ങളിലേക്ക്. അത്യാവശ്യം നമുക്ക് നല്ല മീനയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു 1.5 മണിക്കൂർ വീശിയപ്പോഴേക്കും തന്നെ അത്യാവശ്യം കൊല്ലി പകുതിയോളം മീനെ കിട്ടിയിട്ടുണ്ട്. കൂടുതലും കോലാനാണ് കയറിയേക്കണം. പിന്നെ മറ്റേ നമ്മുടെ കോക്കാൻ തവളയുണ്ട്, അത് വെച്ച് വേറൊരു വീഡിയോ പുറകെ വരുന്നുണ്ട്, കാത്തിരിക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു.